ഗുഡ് മോർണിംഗ്. 50 രൂപയുടെ സാമ്പാർ കഷ്ണം വെച്ച് ഇന്നൊരു പൊതിച്ചോറുണ്ടാക്കിയ കഥയാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ പെട്ടു പറഞ്ഞാൽ മതിയല്ലോ. കുഞ്ഞാപ്പുകുട്ടി ഇന്ന് എണീക്കാൻ നേരം വൈകി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിന്ന. പൊന്നുകുട്ടി കുറേ ദിവസമായി ഈ ഒരു ആഗ്രഹം പറയുന്നു ചെയ്യുന്നുണ്ട്. അത് ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാമ്പാർ കഷ്ണത്തിൽ തന്നെയുള്ള കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെറുക്കി മാറ്റി ഞാനൊരു കൂട്ടുകറി ഉണ്ടാക്കി, ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി, സാമ്പാറും ഉണ്ടാക്കി കേട്ടോ. അതിന് മുട്ടയും വറുത്തിട്ടുണ്ട്. നേരെ ചോറ് ലേശം വേവേറിപ്പോയോ എന്ന് ഡൗട്ടുണ്ട്. കാരണം ഈ തിരക്കിപ്പെട്ടപ്പോൾ ചോറ് ശ്രദ്ധിക്കാനൊന്നും മറന്നു കേട്ടോ. നേരെ സാമ്പാർ ഒഴിക്കുന്നുണ്ട്. പൊന്നുകുട്ടിക്ക് തന്നെ കുറച്ച് ചോറ് കൂടുതലിട്ടാൽ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒന്നിച്ചാണ് കേട്ടോ കഴിക്കുക. അന്നേരം പിന്നെ കുറച്ച് ചോറ് കൂടുതലിട്ടാണ്. ആൾ ഇതിൻ്റെ നേർപ്പാതി പോലും കഴിക്കത്തില്ല കേട്ടോ. കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടുകറിക്ക് ഞാൻ സാമ്പാർ കഷ്ണത്തിൽ ഒരു കായും ഒരു കഷ്ണം ചേനയും ഉണ്ടായിരുന്നു. ചേനയൊന്നും അങ്ങനെ ഇവിടെ സാമ്പാർ കഷ്ണത്തിൽ അങ്ങനെ വലിയ കഴിപ്പ് കുറവാണ് കേട്ടോ. നേരെ അത് വെച്ച് ഞാനൊരു കൂട്ടുകറി ഉണ്ടാക്കി. എല്ലാം കുറച്ചാണെങ്കിലും അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി. പിന്നെ മുട്ട 2 ഉണ്ടായിരുന്നു, അതും വറുത്തു കേട്ടോ. പിന്നെ നാരങ്ങാച്ചാറുണ്ട്. എൻ്റെ പൊന്നുകുട്ടിക്ക് ഞാൻ മെഴുക്ക് വട്ടി വെക്കാൻ മറന്നു പോയിട്ടോ. പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ട്. മീൻ വറുത്തതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടിക്ക് ഞാൻ ഉപ്പേരി വെക്കാൻ മറന്നു പോയി, കാരണം അവിടെ മൂടി വെച്ചിട്ട് മറന്നതാണ് കേട്ടോ. നേരെ ചോറ് പൊതിയാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഭാഗം ഞാൻ അവിടെ ഒഴിവാക്കിയത്. പിന്നെ ആൾക്കിന്ന് ഭയങ്കര സന്തോഷമായി. അന്നേരത്തേക്ക് ഇവിടെ ഒരാൾക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ഇപ്പോൾ ചക്കരി അന്നേരത്തേക്ക് ഇലയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കും പൊതിഞ്ഞു കൊടുത്തു. അന്നേരത്തേക്ക് കുഞ്ഞാൾക്ക് ഞാൻ ചേച്ചിമാർക്ക് കൊടുത്ത പോലെ എനിക്ക് തന്നില്ല എന്നും പറഞ്ഞ് മുഖം വീർപ്പിച്ചിരിപ്പായിട്ടോ. പിന്നെ ആൾക്കും അതുപോലെ ഒരു കുഞ്ഞു പൊതി ഉണ്ടാക്കി കൊടുത്തു. ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.